السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, പ്രിയങ്കരനായ ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്ററിന്റെ സെക്രട്ടറി, ബഹുമാന്യരെ, സഹൃദയരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിന്റെ അപാരമായ കരുണയുടെ തണലിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ, മനുഷ്യവാസം ഭൂമുഖത്തില്ലാത്ത ഒരു കാലഘട്ടം നരവംശ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യന് പറഞ്ഞു തരുന്നുണ്ട്. ആകാശം അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, സൂര്യൻ, അതിൻ്റെ കിരണങ്ങൾ, ചന്ദ്രൻ, അതിൻ്റെ നിലാവലകൾ പൊഴിച്ച ഒരു കാലഘട്ടം. കാർമേഘക്കീറുകളിൽ നിന്ന് ഘനീഭവിച്ച് മഴ പെയ്ത് സമുദ്രങ്ങൾ മഴവെള്ളം കൊണ്ട് നിറഞ്ഞ് ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ഒരു കാലഘട്ടം. അന്ന് അരുവികൾ ഒഴുകിയിരുന്നു, സാഗരങ്ങളിൽ തിരമാലകൾ ഓളം വെട്ടിയിരുന്നു, പൂങ്കാവനങ്ങളിൽ പുഷ്പങ്ങൾ വിടർന്നു, കാനനങ്ങളിൽ സിംഹങ്ങൾ ഗർജിച്ചു, ആഴിയുടെ അഗാധതലത്തിൽ മത്സ്യങ്ങൾ നീന്തിത്തുടിച്ചു, ആകാശത്തിന്റെ വിഹായസിൽ പറവകൾ വട്ടമിട്ട് പറന്നു. പക്ഷേ അതൊക്കെ വർണ്ണിക്കാനും അത് കാണാനും അതനുഭവിക്കാനും അത് ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അവർ അതനുഭവിക്കാൻ ഇവിടെ ഇല്ലാത്ത ഒരു കാലം. ഇസ്ലാമിന്റെ ചർച്ചകളിൽ ഏറ്റവും പ്രൗഢമായി നിലനിൽക്കുന്ന ഒന്ന് മനുഷ്യൻ എന്ന് പറയുന്ന സവിശേഷമായ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഖുർആനിന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. മനുഷ്യൻ ഈ ഭൂമിയിലില്ലാത്ത ഒരു കാലം. ഒരു മഹത്തായ സദസ്സാണിത്. അതുകൊണ്ട് മൊബൈൽ നമുക്ക് ഒരു ശല്യമായി തീരാതിരിക്കാൻ സൈലന്റ് ഓപ്ഷനിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഓഫാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനില്ലാത്ത ഒരു കാലഘട്ടം. ക്ഷേത്രങ്ങളില്ല, ദേവാലയങ്ങളില്ല, ആരാധനകളില്ല, മതമില്ല, മനുഷ്യന്റെ ആ നിലക്കുള്ള ചിന്തകളില്ലാത്തൊരു കാലം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യന്. ആലോചിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും നല്ല ഒരു കാലഘട്ടം. അന്ന് മനുഷ്യനാണ് ഈ ഭൂമിക്ക് അലങ്കാരമായി തീരേണ്ടതെങ്കിലും ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ പിറന്നു വീണിട്ടില്ലാത്ത കാലം. അങ്ങനെ ഒരു കാലഘട്ടം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഓർക്കാൻ വളരെ രസകരമായ ഒരു കാലഘട്ടമാണ്. അപ്പം വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. മനുഷ്യനില്ലാത്ത ഒരു കാലഘട്ടം, ആകാശമുണ്ടായിരുന്നെങ്കിൽ, ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ, സപ്തസാഗരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇതെല്ലാം ആര് സൃഷ്ടിച്ചു? മതമുണ്ടായിരുന്നില്ല, ദേവാലയങ്ങൾ ഉണ്ടായിരുന്നില്ല, മതവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും എല്ലാമുള്ള ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? ആരാണ് ഭൂമിയെ സംവിധാനിച്ചത്?
കാർമേഘത്തിൽ നിന്ന് മഴ കുത്തിച്ചൊലിഞ്ഞ് മാഅൻ സജ്ജാജ, അങ്ങനെ കുത്തിയൊഴുകുന്ന മഴ ഉണ്ടായത് എപ്പോഴാണ്? ഈ വക കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് ഭൂമിയിൽ ഇതെല്ലാം. പക്ഷെ അന്ന് മനുഷ്യനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നു ഭൂമുഖത്തേക്ക് വേണ്ടി തന്നെ. അള്ളാഹു മനുഷ്യനെ സ്വർഗലോകത്ത് താമസിപ്പിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഇസ്ലാം പറയുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. ബൈബിളും ഖുർആനും ഒരേപോലെ യോജിച്ചു വരുന്ന ഒരു വാചകമാണ്. സ്വർഗലോകത്ത് ഏദൻ തോട്ടത്തിൽ ആദം അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഇണയായ ഹവ്വാ ബീവിയെയും അള്ളാഹു താമസിപ്പിച്ച കാലം. അതിന്റെയും മുമ്പ് അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വാർത്ത മലക്കുകളുമായി അള്ളാഹു ചർച്ച ചെയ്ത കാലഘട്ടം. അത്ഭുതകരമായ ഒരു കാലഘട്ടമാണത്. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന ഭൂമുഖത്ത് എന്ന് അള്ളാഹു അവരുമായി ചർച്ച ചെയ്യാൻ. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. എത്ര വ്യക്തമാണ് ആദം അലൈഹിസ്സലാമിനെ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളുമായി അള്ളാഹു ചർച്ച നടത്തുന്നു. ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ആ ചർച്ചയിൽ. അള്ളാഹു സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ എന്തിനു മലക്കുകളുമായി ചർച്ച ചെയ്യണം? അറിവിന്റെ പൂർണ്ണത പ്രാപിച്ച റബ്ബ് മലക്കുകളുമായി ചർച്ച ചെയ്യുന്നത് വഴി മനുഷ്യൻ അതിലൊരു ഗുണപാഠമുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെയും ഏതൊന്നിന്റെയും ഒരു കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ എത്ര അറിവുണ്ടെങ്കിലും ബാക്കിയുള്ളവരെയും കൂടെ കൂട്ടി ഒരു ചർച്ചയും അഭിപ്രായവും എന്നത് ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് തരുന്ന വലിയൊരു കാതലായ കാര്യമാണ്. അവിടെ അള്ളാഹു പറയുന്നത് ഭൂമി ലോകത്തേക്ക് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്നാണ്. ഉത്തരവാദിത്ത ബോധമുള്ള ഖലീഫയെ ഭൂമിയിലേക്ക് ദാ നിയോഗിക്കാൻ പോകുന്നു എന്നല്ലാഹു. അപ്പൊ ഭൂമി ലോകത്തേക്കാണ് ആദമിനെ അള്ളാഹു നിയോഗിക്കുന്നത്. ആ ചർച്ചയിൽ നിന്ന് തന്നെ ഇസ്ലാമും ഇസ്ലാമിക സമൂഹവും ഇതര സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാതലായ ഒരു കാര്യം, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി അള്ളാഹു സൃഷ്ടിച്ചു. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ലോകത്ത് വന്ന പ്രവാചകന്മാരോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഗോത്ര ദൈവത്തിലേക്കല്ല ക്ഷണിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിച്ച പടച്ചതമ്പുരാനിലേക്കാണ് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചതിന് ശേഷമാണ് മനുഷ്യനെ ഭൂമുഖത്തേക്ക് അള്ളാഹു നിയോഗിക്കുന്നത്. എത്ര ചിന്തനീയമായ ഒരു കാര്യമാണ്. മനുഷ്യനെ ഭൂമിയും അതുകൊണ്ടാണ് ഖുർആൻ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, സൂറത്ത് ബഖറ 2-ാം അധ്യായം 29-ാമത്തെ വചനം. അതിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി തുർജഊൻ. എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുക? നിങ്ങളെ സൃഷ്ടിച്ചു എന്നത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ സംവിധാനിച്ചു, നിങ്ങളുടെ വ്യവസ്ഥപ്പെടുത്തി അല്ലേ? സബ്ബിഹിസ്മ റബ്ബിക്കല്ല അല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഅദ. സബ്ബിഹിസ്മ റബ്ബിക്കല്ല അല, ഉന്നതനായ പടച്ചതമ്പുരാൻ, അത്യുന്നതനായ സിട്ടാവ്. ആ സിട്ടാവ് അല്ലദീ ഖലഖ ഫസവ്വ വഖദ്ദറ ഫഅദ. നോക്കൂ, നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്ത പടച്ചതമ്പുരാൻ, അന്യൂനമായി മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. വിശുദ്ധ ഖുർആനിലെ അദ്ദാരിയാത്തിൽ തന്നെ അള്ളാഹു പറയുന്ന ഒരു വാചകമാണ്. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. അതെ, നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. 51-ാം അധ്യായം 21-22 വചനങ്ങളിലൂടെ അള്ളാഹു പറയാണ്, മനുഷ്യ ശരീരം തന്നെ ഒരു അത്ഭുതത്തിന്റെ കലവറയാണ്. ആ മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചു. ആദം ഹവ്വ ദമ്പതികളിൽ നിന്നാണ് പിന്നീടുള്ള മനുഷ്യലോകം ഉണ്ടാകുന്നത്. നാം ഒന്ന്, നമ്മുടെ ആരാധ്യനൊന്ന്. ഇതാണ് നമ്മുടെ ടോപ്പിക്. നാം ഒന്ന് എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ മുഴുവനും ഒരു കൊടക്കിയിൽ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ലോകത്തെ മുഴുവനും ഒരു അതിമനസ്സായി കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം, ബാന്ധവാ മാനവാ, അല്ലയോ മനുഷ്യരെ, സർവേ സ്വദേശാ ഭുവനത്രയം. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ഇത് ഏറ്റവും ഉന്നതമായ മൂർത്തമായ ഒരു വികാരമാണ്. മനുഷ്യനെ മുഴുവനും ഒരു തറവാട്ടിലെ അംഗങ്ങളായി കാണുക എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും കാതലായ ഒരു വിഷയമാണ്. മനുഷ്യനെ ഒരു കുടക്കീയിൽ ഒന്നിച്ച് ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളായി